ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക്. ഞാനിപ്പോൾ മാറ്റിക് ബൂസ്റ്റർ എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ചെയ്യേണ്ട കാര്യം, ഞാൻ തന്നിട്ടുള്ള ലിങ്ക് കോപ്പി ചെയ്യുക. ഒരുപക്ഷെ ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്താണ് ഷെയർ ചെയ്ത് തന്നിട്ടുള്ളതെങ്കിൽ അവരുടെ ലിങ്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരുപക്ഷെ നിങ്ങൾക്ക് ലിങ്ക് രജിസ്ട്രേഷൻ ലിങ്ക് ഇല്ലാത്തവരാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് യൂസ് ചെയ്യാം. സോ ഇപ്രകാരം ഈ ലിങ്ക് കോപ്പി ചെയ്തതിന് ശേഷം സേഫ്പാൽ അക്കൗണ്ട് വാലറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് ഞാൻ സൂചിപ്പിച്ചിരുന്നു. സേഫ്പാൽ വാലറ്റാണ്. സേഫ്പാൽ വാലറ്റിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളവർക്ക് പോളിഗോൺ മിനിമം 8 പോളിഗോണാണ് ഇവിടെ വേണ്ടി വരുന്നത്. 8 പോളിഗോൺ മിനിമം വേണം, അതിൽ താഴെ പറ്റില്ല. 8 പോളിഗോണാണ് എങ്കിൽ പോലും നമുക്കൊരു 6.6 മാത്രമേ യൂസ് ചെയ്യേണ്ടതുള്ളൂ. 6 രജിസ്ട്രേഷന് വേണ്ടിയിട്ടും 0.6 പോളിഗോണ് അതിന് ട്രാൻസാക്ഷൻ ഫീ ആയിട്ടുമാണ് വേണ്ടി വരുന്നത്. സോ ഇപ്രകാരം 8 പോളിഗോൺ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഉറപ്പിക്കുക. അതിനുശേഷം സെൻറ്റർ ബട്ടണിൽ താഴെ എക്സ്പ്ലോറർ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മുകളിൽ സെർച്ച് ബട്ടണിൽ കോപ്പി ചെയ്തിട്ടുള്ള ആ ലിങ്ക് പേസ്റ്റ് ചെയ്യുക. കോപ്പി ചെയ്ത ലിങ്ക് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം നെറ്റ്വർക്ക് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. നെറ്റ്വർക്ക് പോളിഗോൺ നെറ്റ്വർക്കിൽ തന്നെ ആയിരിക്കണം, ശ്രദ്ധിക്കുക. ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പോളിഗോൺ കാണാം, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്താൽ നമുക്ക് പോളിഗോൺ കാണാം. അപ്പോൾ പോളിഗോൺ നെറ്റ്വർക്ക് സെലക്ട് ചെയ്യണം. അതിനുശേഷം ഗോ എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, മുകളിൽ റൈറ്റ് സൈഡിലായിട്ട്. അപ്പോൾ ഇപ്രകാരം ആണ് വരുന്നത്. സോ ഇതിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നും കൂടെ ഉറപ്പിക്കാം. നമുക്ക് ഈ സെൻറ്റർ ഓപ്ഷനിൽ ടോപ്പിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് നെറ്റ്വർക്ക് എന്നുള്ളത് കാണാം. അതിനുശേഷം സെലക്ട് നെറ്റ്വർക്കിൽ ക്ലിക്ക് ചെയ്യാം. അഗെയിൻ നമുക്ക് പോളിഗോൺ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏതാണ് വാലറ്റ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. നമുക്ക് ഡയറക്റ്റ് സേഫ്പാലിൽ ക്ലിക്ക് ചെയ്യാം, അതല്ലെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷമാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഞാൻ സേഫ്പാലിട്ട് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇപ്രകാരം ഒരു പേജാണ് വരിക. അതിൽ മറ്റൊന്നും എഡിറ്റ് ചെയ്യുകയോ മറ്റൊന്നും ചെയ്യേണ്ടതില്ല. ഈ ചെക്ക് ബോക്സിൽ ലെഫ്റ്റ് സൈഡിൽ താഴെ കാണുന്ന ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം രജിസ്റ്റർ നൗ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇപ്രകാരമാണ് വരുന്നത്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും പോളിഗോൺ ട്രാൻസാക്ഷൻ ചെയ്യേണ്ട സംഭവമാണ്. ഇതിൽ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫേമിൽ ക്ലിക്ക് ചെയ്യാം, അപ്രൂവൽ കൊടുക്കാം. ഇത് ലോഡാവാൻ ഒരിത്തിരി സമയം വേണ്ടതുണ്ടാവും. ലോഡായി സക്സസ്, ഗോ ടു ഡാഷ്ബോർഡ്. സോ ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, സോ ഇതിൽ ഡാഷ്ബോർഡ്, ഇതാണ് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പറായിട്ട് വരുന്നത്. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ഇതാണ് ID, റാങ്ക് 1, അപ്ലൈൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ റോയാലിറ്റി റിവാർഡ്സ്, അങ്ങനെ മൊത്തമുള്ള സംഭവങ്ങൾ ഇതിലെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. താഴോട്ട് കാണിക്കുമ്പം ലെവലുകൾ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസാണ് ഈ താഴെ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ ലെവൽസ് അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് അത് 1 by 1 ആയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ റെഫറൽ ചെയ്യേണ്ടവർക്ക് ഈ ഓപ്ഷനിൽ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഈ സ്ഥലത്ത് നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും സംശയമുള്ളവർക്ക് വിളിക്കാം. ഇനി മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാം. ഇതിൽ ബാക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ വിൻഡോ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാലറ്റിൽ പോകാം. വാലറ്റിൽ ഇതുണ്ടോ, ഇപ്പോൾ 12.99 ഉണ്ടായിരുന്നിടത്തുനിന്ന് ഇപ്പം 2.53 ആണ് നമുക്ക് നിലവിൽ ബാലൻസ് ഉള്ളത്. അപ്പം ബാലൻസ് ഉള്ള എമൗണ്ട് ഇതിൽ കാണിക്കുകയും ചെയ്യും, അതെങ്ങും പോകത്തും ഉണ്ടാവില്ല. ഓക്കെ, സോ ഇതാണ് ഇവിടെ കാണാം. ഇത് 6.33 ആൾറെഡി ബാലൻസ് ഉണ്ട്. അപ്പം 12.99 ഉണ്ടായിരുന്നത്, ഇപ്പോൾ 6.33 ബാലൻസും ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, സോ എന്തെങ്കിലും സംശയമുള്ളവർക്ക് എനിക്ക് SMS ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യാം.
അതിന് ഡൗട്ട്സ് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. താങ്ക് യു വെരി മച്ച്.